Good afternoon. ഇന്നിവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് ജോമെട്രിക് മീൻ ആണ്. ജോമെട്രിക് മീൻ മീൻസ് ഡിനോട്ട് ചെയ്യുക GM. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ നിങ്ങൾ അരിത്തമെറ്റിക് മീനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു n ഒബ്സർവേഷൻസ് തരികയാണ്. അതായത് ഇപ്പോൾ x1, x2, x എന്ന് പറഞ്ഞിട്ടൊരു n ഒബ്സർവേഷൻസ് തരികയാണ്. ഈ n ഒബ്സർവേഷൻസിൻ്റെ GM അതായത് ജോമെട്രിക് മീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ nth റൂട്ട് അത് ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണും. ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് എന്ത് വരും? പ്രൊഡക്റ്റ് കാണുമ്പോൾ x1 ഇൻറ്റു x2 ഇൻറ്റു ഇൻറ്റു xn വരും. ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ nth റൂട്ടിന് nth റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ nth റൂട്ട് ഓഫ് പ്രൊഡക്റ്റ് അതായത് x1 ഇൻറ്റു x2 ഇൻറ്റു ഇൻറ്റു xn ഇതിനാണ് നമ്മൾ GM എന്ന് പറയും. ജോമെട്രിക് മീൻ ദാറ്റ് ഈസ് n ഒബ്സർവേഷൻസിൻ്റെ nth റൂട്ടിനെയാണ് നമ്മൾ GM എന്ന് പറയും. അത് രണ്ട് തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യണം. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഡാറ്റാസ് തരും. ഒന്ന് റോ ഡാറ്റയും ഒന്ന് ഫ്രീക്വൻസി ഡാറ്റയും. റോ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 1, 2, 3 പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയാം. ഫ്രീക്വൻസി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അത് പറയാം. റോ ഡാറ്റയും ഫ്രീക്വൻസി ഡാറ്റയിലും നമുക്ക് രണ്ട് തരം GM ആണുള്ളത്. അത് ജോമെട്രിക് മീൻസ് ആണുള്ളത്. റോ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ജസ്റ്റ് റിയൽ നമ്പേഴ്സ് തരുന്നതിനാണ് നമ്മൾ റോ ഡാറ്റ പറയുക. 2, 3, 4, 5 എന്ന് പറഞ്ഞത്. ഫ്രീക്വൻസി ഡാറ്റ പറഞ്ഞാൽ 3 to 5, 5 to 7, 7 to 9 അങ്ങനെ പറഞ്ഞു തരുന്നതിനാണ് പറയുക. അതായത് 5 to 10, 10 to 15, 15 to 20 അല്ലെങ്കിൽ 5 to 10, 11 to 15, 16 to 20 ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നതിനാണ് നമ്മൾ എന്താ പറയുക ഫ്രീക്വൻസി ഡാറ്റ എന്ന് പറഞ്ഞത്. ഇവിടെ ഇതാണ് റോ ഡാറ്റ. ഇപ്പോൾ റോ ഡാറ്റയിൽ നമുക്ക് ഒരു n ഒബ്സർവേഷൻ തരും. x1, x2, xn ഇത് n ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ n ഒബ്സർവേഷൻ തന്നിട്ടില്ലെങ്കിൽ അതിൽ GM ജോമെട്രിക് മീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ nth റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു ഇൻറ്റു xn ഇങ്ങനെ നമ്മൾ nth റൂട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ലോഗരിതം കൊടുക്കാം. ലോഗരിതം കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. യൂസിങ് ലോഗരിതം we can calculate GM equal to anti-log of sigma log x divided n. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ രണ്ട് ഇക്വേഷൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഈ രണ്ട് ഇക്വേഷൻസാണ് റോ ഡാറ്റയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. GMന് പഠിക്കാണ്ട് ഇതേപോലെ രണ്ട് ഇക്വേഷൻസ് ഫ്രീക്വൻസി ഡാറ്റയിലും വരും. ഇനി ഈ ആൻറ്റിലോഗ് കാണുമ്പോൾ പറഞ്ഞാൽ കാൽക്കുലേറ്ററിൽ ആൻറ്റിലോഗ് അടിച്ചു കൊടുക്കുക. ആൻറ്റിലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ്, അതായത് ഞാൻ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് ലോഗ് അടിച്ചു കൊടുത്താൽ നമുക്ക് ആൻറ്റിലോഗാണ് കിട്ടുക. ഓക്കെ. ദെൻ ഇനി അടുത്ത് ഫ്രീക്വൻസി ഡാറ്റയിലുള്ള ഇക്വേഷൻ. ഫ്രീക്വൻസി ഡാറ്റയിൽ നമുക്ക് GM കാണാൻ നമുക്ക് ഇതേപോലെ x1, x2, x എന്ന് പറഞ്ഞ ഒബ്സർവേഷൻസ് തരും. x1, x2, x എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സർവേഷൻസ് തരും. നമ്മൾ ഒബ്സർവേഷൻസ് എന്നാണ് പറയാം. ഒബ്സർവേഷൻസ് എന്നാണ് പറയുക. ഇതിൽ നമുക്ക് അങ്ങനെ ഒബ്സർവേഷൻസ് തരും. എന്നിട്ട് നമ്മൾ GM കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. x1, x2, xn പറഞ്ഞിട്ടുള്ള നമുക്ക് ഒബ്സർവേഷൻസ് തരും. ഈ ഒബ്സർവേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കാണണം? ഫ്രീക്വൻസി കാണും. ഈ ഒബ്സർവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി F1, F2, Fn പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ദെൻ ഇങ്ങനെ നമുക്ക് x1, x2, xn തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് GM കാണാനുള്ള ഇക്വേഷൻ GM ഈക്വൽ ടു nth റൂട്ട് ഓഫ് x1 raised to f1 into x2 raised to f2 into xn raised to fn
ആണ് നമ്മളുടെ ഇക്വേഷൻ വരിക. ഇനി ഇതിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? യൂസിങ് ലോഗരിതം. ലോഗരിതം യൂസ് ചെയ്യുക. ലോഗരിതം യൂസ് ചെയ്യുമ്പോൾ GM = ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ലോഗ് എക്സ് ഡിവൈഡഡ് n. ഇവിടെ ഈ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n = സിഗ്മ എഫ്, അതായത് ഫ്രീക്വൻസികളുടെ സമ്മിനെയാണ് നമ്മളിവിടെ n എന്ന് പറയാം. ഇവിടുത്തെ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ഇവിടെ ഇപ്പോൾ 4 എണ്ണാണുള്ളത് വിചാരിക്കുക, അപ്പോൾ ഇവിടെ n 4 ആയിരിക്കും. ഇവിടെ ഏതാണ് ഫ്രീക്വൻസി, എത്ര ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്, ആ ഫ്രീക്വൻസിയുടെ സമ്മാണ് നമ്മൾ n ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ 4 ഇക്വേഷൻസാണ് നിങ്ങൾക്ക് മെയിനായിട്ട് GMൽ പഠിക്കാനുള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലം ചെയ്യാം. First problem, calculate. ഞാൻ 2 പ്രോബ്ലം ചെയ്യുന്ന, ഒന്ന് റോ ഡാറ്റ ബേസിലും ചെയ്തുതരാം, ഒന്ന് ഫ്രീക്വൻസി ഡാറ്റ ബേസിലും ചെയ്തുതരാം. കാൽക്കുലേറ്റ് GM, ദാറ്റ് മീൻസ് ജോമെട്രിക് മീൻ ഓഫ് 2, 4, 8. നമുക്ക് സൊല്യൂഷൻ കാണുമ്പോൾ നമുക്ക് ആദ്യം ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇത് റോ ഡാറ്റയാണെന്ന്. റോ ഡാറ്റ ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതോ അല്ലെങ്കിൽ ഇതോ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഇതിവിടെ 3 എണ്ണേ ഉള്ളൂ. നമുക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്താൽ മതി. ഇനിയിപ്പോൾ 3ൽ കൂടുതൽ, അതായത് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ nth റൂട്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഇത് യൂസ് ചെയ്യാനാണ് നല്ലത്. ഓക്കെ, ദെൻ നമുക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്തൊക്കെ വേണം? x1 ഏതാ, x2 ഏതാ, എക്സെട്ര xn ഏതാന്ന് അറിയണം. പിന്നെ ഇവിടെ ആദ്യം അറിയേണ്ടത് n എത്രയാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹിയർ n എന്ന് പറഞ്ഞാൽ 1, 2, 3. സോ ഹിയർ n = 3. ദെൻ x1 = 2, x2 = 4 and x3 = 8. Therefore, by using definition, GM = nth root of x1 into x2 into x3. നമുക്ക് x3 ഉള്ളൂ. സോ here n = 3. So third root of x1 2. So 2 into 4 into 8. So root of 2 into 4 into 8 means 64. Third root of 64. Third root of 64 means നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യയുടെ ക്യൂബായിരിക്കും 64. ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ x = തേർഡ് റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ x = 64 raised to 1/3 എന്നാണ് ഇതിൻ്റെ മീനിങ്. 64 raised to 1/3. സോ x³ = 64 എന്നാണ്. നമുക്ക് എക്സിൻ്റെ വാല്യൂ, അതായത് ഏതിൻ്റെ ക്യൂബ് എടുത്താലും 64 കിട്ടുന്നത്. നിങ്ങൾ ഇത് കാൽക്കുലേറ്റർ നേരിട്ട് അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതിന് ആൻസർ 4. സോ 4³ = 64. സോ ആൻസർ 4. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്യാം. സിഗ്മ ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ ആദ്യം 2, 4, 8 അല്ലേ? ജസ്റ്റ് ഞാനത് ഇത് എങ്ങനെ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യണം എങ്ങനെയാണ് പറഞ്ഞുതരാം. എക്സ് ലോഗ് എക്സ്, ദെൻ എക്സ് ഇവിടെ 2, 4, 8, എന്നിട്ട് ഇവിടെ ലോഗ് 2 കാണാം, അതുപോലെ ലോഗ് 4 കാണാം, അതുപോലെ ലോഗ് 8 കാണാം. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചെടുക്കുക, വാല്യൂ കണ്ടെത്തോട്ടോ. ലോഗ് 8 കാണാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഒക്കെ സമ്മ്, ഇവിടെ കിട്ടുന്ന വാല്യൂസ് ഉണ്ടാവില്ലേ, ഈ വാല്യൂസിൻ്റെ ഒക്കെ സമ്മ് കാണാം. അതാണ് സിഗ്മ ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സിഗ്മ ലോഗ് എക്സ്. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 3 ആണ്. പിന്നെ ഇത് കണ്ടെത്തുക, അതായത് സിഗ്മ ലോഗ് എക്സ്. ഇവിടെ ഒരു ഉത്തരം കിട്ടും. ഈ ഉത്തരം /3 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രാക്കറ്റിനുള്ളിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ കിട്ടിയ ഉത്തരത്തിന് ആൻറ്റി ലോഗ് കൊടുക്കുക. അപ്പോൾ ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഷിഫ്റ്റ്, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലാണ് ഞാൻ പറയുന്നത്. ഷിഫ്റ്റ് അടിക്കുക, എന്നിട്ട് ലോഗ് അടിച്ചു കൊടുക്കുക. എല്ലാവരുടെ അടുത്തും സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഷിഫ്റ്റ് അടിക്കുക, ലോഗ് അടിക്കുക, അതാണ് ആൻറ്റി ലോഗ്. ഓക്കെ, 2 ലോഗ് ഉണ്ട്, ഒന്ന് ln ആണ്. ഈ ലോഗ് തന്നെ അടിക്കണം. അതായത് ഷിഫ്റ്റ് അടിച്ചിട്ട് നമ്മൾ ലോഗ് അടിക്കുന്നതിനാണ് നമ്മൾ ആൻറ്റി ലോഗ് എന്ന് പറയാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്താൽ 4 കിട്ടും, ഇങ്ങനെ വെച്ച് ചെയ്താലും നമുക്ക് ആൻസർ 4 തന്നെയായിരിക്കും കിട്ടും. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത പ്രോബ്ലം.
calculate GM of 4, 6, 9, 11 and 15. ഇതും എന്താണ്? റോ ഡാറ്റയാണ്. സോ ഇതിൻ്റെ സൊല്യൂഷൻ, ഇത് റോ ഡാറ്റയാണ്. 4, 6, 9, 11, 15 ഫ്രീക്വൻസീസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. സോ ഇതും എന്താണ്? ഒരു റോ ഡാറ്റയാണ്. ഹിയർ എന്താണ്? n ഈക്വൽ ടു, ആദ്യം നമ്മൾ അത് കണ്ടെത്തണം. ഹിയർ n ഈക്വൽ ടു 1, 2, 3, 4, 5. സോ ഹിയർ n ഈക്വൽ ടു 5. അപ്പോൾ 5th റൂട്ട് എന്നൊക്കെ കാണാൻ തന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. അതായത് കാൽക്കുലേറ്ററിൽ 5th റൂട്ട് എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജി എമ്മിന് നമ്മൾ ലോഗ് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ ഉള്ളത്, അതായത് ജി എം ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n. ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഈ ഡെഫിനിഷൻ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്തൊക്കെ വേണം? n 5 ആണെന്ന് അറിയാം. ലോഗ് എക്സ് വേണം. നമുക്കിവിടെ എക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എക്സ് ലോഗ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വാല്യൂസ്? 4. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിട്ടിയ വാല്യൂ x1, x2, x3, x4. സോ എക്സ് ഈക്വൽ ടു 4, 6, 9, 11, 15. ദെൻ ലോഗ് എക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗ് 4 പറഞ്ഞാൽ 0.6021. ദെൻ ലോഗ് 6 0.7782. അടുത്തത് ലോഗ് 9 0.9542. ദെൻ അടുത്തത് ലോഗ് 11 1.0414. ദെൻ ലോഗ് 15 1.1761. ദെൻ നമുക്ക് എന്ത് കാണണം? സിഗ്മ ലോഗ് എക്സ് കാണണം. ഇവിടെ സിഗ്മ ലോഗ് എക്സ് ആണല്ലോ. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കൂടി സമ്മ്. സിഗ്മ നിങ്ങൾക്ക് അറിയുമല്ലോ, ഇതിൻ്റെയൊക്കെ കൂടി സമ്മേഷനാണ് സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ സിഗ്മ ലോഗ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു, ഇതൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ വരിക 4.5520. നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഞാനിത് കാൽക്കുലേറ്ററിൽ ആദ്യം അടിച്ചു വെച്ച വാല്യൂസാണ്. നിങ്ങൾക്കിത് നോക്കാം. ദെൻ നമുക്ക് സിഗ്മ ലോഗ് എക്സ് കിട്ടി 4.5520 ആണ്. ദെൻ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ആൻറ്റി ലോഗ് ഓഫ് ഇതിൻ്റെ വാല്യൂ 4.5520 ഡിവൈഡഡ് എന്നിൻ്റെ വാല്യൂ 5. സോ ഈക്വൽ ടു ആൻറ്റി ലോഗിന് എപ്പോഴും ഈ ക്യാപിറ്റൽ ലെറ്റർ ഇടണമെന്ന് നല്ലത്. ആൻറ്റി ലോഗ് ഓഫ് 0.9104. അത് നിങ്ങൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ചെയ്യണം. ദെൻ ആൻറ്റി ലോഗ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ വരെ 8.136 എന്നാണ്. 8.136. ദെൻ നമുക്കിനി ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഫ്രീക്വൻസി ഉള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. പ്രോബ്ലം കാൽക്കുലേറ്റ് GM of the following data classes frequency 1 to 3, 4 to 6, 7 to 9, 10 to 12, 8, 16, 15, 3. ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റ. ഈ ഡാറ്റയിൽ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് GM എന്താണ്? GM മീൻസ് ജിയോമെട്രിക് മീൻ. സോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീക്വൻസി ഡാറ്റ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ ആദ്യം നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയണം. ഇവിടെ നമുക്ക് കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് 2 ഇക്വേഷനാണ് കണ്ടെത്താനുള്ളത്. ഒന്ന് ഈ ഇക്വേഷനിൽ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്? 1, 2, 3, 4 4th റൂട്ട് വരുന്നുണ്ട്. പിന്നെ ഫ്രീക്വൻസി ഒക്കെ ആയതുകൊണ്ട് x1 raised to f1 അതൊക്കെ അതെടുത്ത് പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് കാണാനൊക്കെ ജസ്റ്റ് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാനായിരിക്കും കംഫർട്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. സൊല്യൂഷൻ, ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഏത് ഇക്വേഷനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇവിടെ എഴുതി വയ്ക്കുക സൈഡിൽ. ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡഡ് ക്യാപിറ്റൽ ലെറ്റർ n. സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ് ക്യാപിറ്റൽ ലെറ്റർ n. എന്നിട്ട് നമുക്ക് ഇതിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. സോ ഇതിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ ടേബിളിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ആദ്യം നമുക്ക് തന്ന ഡാറ്റ എഴുതുക, ക്ലാസ്സസ്. പിന്നെ ഫ്രീക്വൻസീനെ നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. അടുത്തത് ഒരു എക്സ് ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഓരോ ക്ലാസ്സും ഉണ്ടല്ലോ അതിൻ്റെ മിഡ് പോയിൻറ്റ്. ഇപ്പോൾ 1 to 3 ആണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കാണാൻ 3 + 1 ഡിവൈഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 3 അതായത് a +
ബി ഡിവൈഡഡ് 2 ചെയ്യുക. അപ്പോൾ 3 + 1 4 ഡിവൈഡഡ് 2 വരുമ്പോൾ 2 വരും. ഈ മിഡ് പോയിൻ്റ് ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാം, കാരണം 1 2 3 3 നമ്പറേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മിഡ് പോയിൻ്റ് പറഞ്ഞാൽ 2 ആയിരിക്കും. ഇപ്പോൾ കുറേ നമ്പേഴ്സ്, അതായത് 1 to 10 വരെ 1 to 11 വരെ തന്നിട്ട് നമുക്ക് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്താൻ പറഞ്ഞാൽ അതിൻ്റെ മെത്തേഡ് എന്താ വെച്ചാൽ 11 + 1 ഡിവൈഡഡ് 2 എന്ന് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ a + b ഡിവൈഡഡ് 2 ആണ് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്താൽ. ആ മിഡ് പോയിൻറ്റിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. ഇനി ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിഡ് പോയിൻ്റ് കണ്ടിട്ടില്ലേ, ഈ മിഡ് പോയിൻ്റ് കണ്ടതിൻ്റെ ലോഗിനെയാണ് നമ്മൾ ഇവിടെ തികയില്ല, നെക്സ്റ്റ് പേജ് എടുക്കാം. നമുക്ക് സൊല്യൂഷനാണ് കാണേണ്ടത്. സൊല്യൂഷൻ നമുക്ക് ഇക്വേഷൻ ഇതാണ്. ആവശ്യം നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ക്ലാസ്സസ് എന്ന് എഴുതി. പിന്നെ നമ്മുടെ ഫ്രീക്വൻസി, പിന്നെ എക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു a + b ഡിവൈഡഡ് 2, പിന്നെ ലോഗ് എക്സ്, പിന്നെ നമുക്ക് വേണ്ട എന്താ എഫ് ഇൻറ്റു ലോഗ് എക്സ്, പിന്നെ സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ് ആണ് നമുക്കിവിടെ താഴെ ചെയ്തത്. പിന്നെ നമുക്കൊരു കാര്യം കൂടി വേണം, എൻ എന്ന് പറഞ്ഞാൽ എന്താ സിഗ്മ എഫ്. ഈ എഫിൻ്റെ സമ്മേഷനും കൂടി നമ്മൾ കണ്ടെത്തണം. ഓക്കെ, നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളതൊക്കെ നമ്മൾ ടേബിളിൽ എഴുതാം. അപ്പോൾ ക്ലാസ്സസ് എന്തായിരുന്നു, ഫസ്റ്റ് 1 to 3, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി 8, പിന്നെ അതിൻ്റെ എക്സ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 3 + 1 4/2 2, ലോഗ് എക്സ് പറഞ്ഞാൽ ലോഗ് 2 പറഞ്ഞാൽ 0.3010. ഇനി ഇതും കൂടിയിട്ട് ഇൻറ്റു ചെയ്യാം. ഈ ഒരു വാല്യൂം കൂടി ഇൻറ്റു ചെയ്യാം. അതായത് 8 × 0.3010 എന്ന് പറഞ്ഞാൽ 2.4080 ആണ്. ഓക്കെ, ഇനി അടുത്ത് 1 to 3 കഴിഞ്ഞ് നമ്മുടെ ഇനി അടുത്ത് 4 to 6 ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 16 ആണ്. ഇതിൻ്റെ മിഡ് പോയിൻറ്റ് 6 + 4 10/2 5. ദെൻ ലോഗ് എക്സ് പറഞ്ഞാൽ ലോഗ് 5 പറഞ്ഞാൽ 0.6990. ഇനി എഫ് ഇൻറ്റു ലോഗ് എക്സ്, എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 16 × 0.6990 പറഞ്ഞാൽ 11.1840. ഓക്കെ, ഇനി അടുത്ത ഡാറ്റ 7 to 9 നമുക്ക് കറസ്പോണ്ടിങ് 15 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ മിഡ് പോയിൻറ്റ് 7 + 9 16 വരും. ദെൻ 16/2 8. ദെൻ ലോഗ് 8 കണ്ടിട്ടുണ്ടെങ്കിൽ 0.9031 ആൻഡ് 13.5465. ദെൻ അടുത്തത് 10 to 12 10 + 12 വരുമ്പോൾ 22 വരും. 22ൻ്റെ by 2 11 വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 11. ലോഗ് 11 പറഞ്ഞാൽ 1.0414. ദെൻ എഫ് ഇൻറ്റു ലോഗ് 4 ഇത് ഇൻറ്റു ഇത് 3.1242. ഇനി നമുക്ക് ആവശ്യമുള്ള സമ്മ ഏതൊക്കെയാണ്, ഒന്ന് സിഗ്മ എഫ് ലോഗ് എക്സ്, പിന്നെ ഒന്ന് സിഗ്മ എഫ് കാണും. സിഗ്മ എഫ് ആണ് എന്ത്, എൻ എന്ന് പറഞ്ഞത്, ക്യാപിറ്റൽ ലെറ്റർ എൻ. സിഗ്മ എഫ് പറഞ്ഞാൽ ഈ 4 കൂടിയിട്ട് ആഡ് ചെയ്യുക. ഈ 4 കൂടി ആഡ് ചെയ്താൽ 42 എന്ന് വരും ആൻസർ. ഇനി ഇതും നമുക്ക് ആഡ് ചെയ്യണം, സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ്. അതിൻ്റെ ആൻസർ 30.2627 30.2627 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, വി ഹാവ് GM = ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു ലോഗ് എക്സ് ഡിവൈഡഡ് n. ആൻറ്റി ലോഗ് ഓഫ് എഫ് ഇൻറ്റു ലോഗ് എക്സ് പറഞ്ഞാൽ 30.2627 ഡിവൈഡഡ് n പറഞ്ഞാൽ 42. ഇതിൻ്റെ ആൻസർ ആൻറ്റി ലോഗ് ഓഫ് 0.7205 = ആൻറ്റി ലോഗ് 5.254. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റോ ഡാറ്റയിലും അതേപോലെ ഫ്രീക്വൻസി ഡാറ്റയിലും വരുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് റോ ഡാറ്റയിൽ വരുന്നതും അതേപോലെ ഫ്രീക്വൻസി ഡാറ്റയിൽ വരുന്ന ഇക്വേഷൻസ് 4 പഠിച്ച് വയ്ക്കുക. അതിൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം ഈ ആൻറ്റിലോഗ് യൂസ് ചെയ്തിട്ടായിരിക്കും. കാൽക്കുലേറ്ററിലൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അതായിരിക്കും എളുപ്പം. ഇനിയിപ്പോൾ n 2 3 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, 2 ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ചിട്ട്
നിങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.